ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സൺഡേ ആയിരുന്നു കേട്ടോ. സൺഡേ എന്ന് പറയുമ്പോൾ 8ൻ്റെ പണി കിട്ടിയൊരു സൺഡേ ആയിരുന്നു. ഇതേ കണ്ടില്ലേ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ക്ലീനിങ് ആയിരിക്കും ഇന്ന് അലമാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന ദിവസമാണ്. ഇത് എൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. ഈ പച്ച എൻ്റെ റിസപ്ഷൻ്റെയും ഈ റെഡ് നിക്കാഹിന് ഉണ്ടായിരുന്ന സാരിയാണ്. ഇത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാരിയാണ് കേട്ടോ. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇതെനിക്കൊരു കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഒരുപാട് വർഷങ്ങളായിട്ടത് വാങ്ങിയിട്ട് ഉപയോഗിക്കാറൊന്നുമില്ല. സാരിയൊക്കെ ഉടുക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയ ദേഷ്യം വേറെ ഒന്നിനോടും ഇല്ല. ചുരിദാറൊക്കെ ആകുമ്പോൾ നമുക്ക് വേഗം ഇട്ടിട്ട് പോകാമല്ലോ. അതുകൊണ്ട് സാരിയൊന്നും യൂസ് ചെയ്യാറില്ല, വെറുതെ വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് കിട്ടിയ പണികൾ പറയാം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് ഈസി ആയിരുന്നു. ഉച്ചയ്ക്ക് ബിരിയാണി വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ബീഫ് ബിരിയാണി ആയിരുന്നു വയ്ക്കാൻ പ്ലാൻ ഇട്ടത്. പക്ഷെ ഞാൻ പറഞ്ഞു ബീഫ് ബിരിയാണിയൊക്കെ വെച്ച് എനിക്ക് പണിയും കൂടിയൊക്കെ ആവുമ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ ഒരു 1000 രൂപയാവും. അതിലേക്കിടേണ്ടതും എല്ലാം ബീഫും അരിയും എല്ലാം കൂടി വാങ്ങിക്കുമ്പോൾ പിന്നെ എൻ്റെ പണിയും കൂടി ആവുമ്പോൾ ഉച്ച വരെ ഫുള്ള് ഞാൻ കിച്ചണിൽ മാത്രമേ ഒതുങ്ങിപ്പോവും. അപ്പോൾ ഞാൻ കരുതി ഇത്രയും പൈസ ആവില്ല, ഒരു 700 രൂപ ഉണ്ടെങ്കിലൊക്കെ നമുക്കൊരു ഫുള്ള് കുഴിമന്തി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉച്ചക്കത്തേക്കും ആയി രാത്രിക്കും ആയി. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് കരുതിയിട്ട് ഇരുന്നു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ ഫുള്ള് സന്തോഷമായിരുന്നു കേട്ടോ. അന്ന് ഫുള്ള് റെസ്റ്റ് ആയിരിക്കുമല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം മതി, വേറെ ഒരു പണിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇക്ക പറഞ്ഞത് നമുക്ക് അലമാരിയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. എൻ്റെ ലീവ് പോയല്ലോ എന്നുള്ള വിഷമത്തിൽ അങ്ങനെ രണ്ടുപേരും കൂടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഒരലമാരി വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും ഇക്കക്ക് ഓട്ടം വന്നു. ഇക്ക ബൈ പറഞ്ഞ് ഇക്ക പോയി. പിന്നെ കിട്ടിയത് 8ൻ്റെ പണി മുഴുവൻ എനിക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കണ്ടാണ് വേഗം ഇത് കുറേ നാളായിട്ട് യൂസൊന്നും ചെയ്യണില്ല, മുടിയൊക്കെ കൊഴിഞ്ഞു പോകുന്നതുകൊണ്ട്. ഇതിൻ്റെ കുഴപ്പമില്ല, ഇത് സ്ട്രെയിറ്ററൊക്കെ ഒരുപാട് യൂസ് ചെയ്യുമ്പോൾ മുടി കൊഴിയല്ലോ, അതിൻ്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാറില്ല. ഇത് വെറുതെ ഇരിക്കുക കേട്ടോ. ഇതെൻ്റെ കുറച്ച് ഗ്ലാസ്സസൊക്കെയാണ്. ഇത് പിന്നെ നമ്മുടെ പ്രവാസികൾക്ക് മാത്രമായിട്ടുള്ളതാണ്. അവർ നേരത്തെ ഇക്ക ഗൾഫിലായിരുന്നു, ആ ടൈമിൽ ലെറ്ററായിരുന്നു അയച്ചിരുന്നത്. അത് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിരിക്കുക കേട്ടോ. വെറുതെ ഒരു രസത്തിന് ഇരുന്നോട്ടെന്ന് കരുതി, കളയാൻ മനസ്സ് വന്നില്ല. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിയാനായി ഏകദേശം. ഇത് എല്ലാ സാധനങ്ങളും താഴെ വലിച്ചിട്ടിട്ടുണ്ട്. ഇത് കുറേ വേണ്ടാത്തതും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഒക്കെ ഒരുവിധം തീർന്നപ്പോൾ ഒരു സമാധാനമായിരുന്നു കേട്ടോ. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് തുറക്കുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടാവില്ലേ, അതൊക്കെ കാണാനായിട്ട് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അതുവരെ നമുക്ക് പണിയെടുക്കാൻ കുറച്ച് മടിയുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഇടയ്ക്കിടയ്ക്കൊന്ന് പോയി തുറന്ന് നോക്കും കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ ഇതിനേക്കാളും തുണിയായിരുന്നു എന്ന് തോന്നിയിരുന്നു. എന്താ പറഞ്ഞാൽ മടക്കാതെ വെച്ചിരുന്ന സമയത്ത് ഒരുപാട് സ്ഥലം വേസ്റ്റായിട്ട് എല്ലാം കൂടി ഇനി അതിൻ്റെ ഉള്ളിൽ ഒന്നും വെക്കാൻ സ്ഥലം ഉണ്ടായിരുന്നില്ല, അത്രത്തോളം ആയിരുന്നു. മടക്കി വെച്ചപ്പോൾ തുണികളൊക്കെ ഒന്ന് കുറഞ്ഞതുപോലെ ആയിട്ടുണ്ട്. ഇങ്ങനെ സൺഡേസൊക്കെ നിങ്ങളുടെയും എങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇങ്ങനെ 8ൻ്റെ പണി കിട്ടാറുണ്ടോ അതോ ഫ്രീ ആകുമ്പോൾ ഇടയ്ക്ക് അതായിരുന്നോ സന്തോഷം? എല്ലാം ഒരു നേരം പോക്കാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഉച്ചക്കത്തെ ഊണെന്ന് പറയുന്നത് 3 മണിയായിട്ടുണ്ട് കേട്ടോ. ആ ടൈമിലാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. മന്തിയൊക്കെ നല്ല ടേസ്റ്റായിരുന്നു, പക്ഷേ ഒരുപാട് വൈകി കേട്ടോ കഴിക്കാനായിട്ട്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.